ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിമാരെയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരെയും എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ പുതിയ മുഖങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. അതിനിടയിൽ തന്നെ വിഭാഗീയതയെക്കുറിച്ചും ചർച്ച ഉയരുന്നുണ്ടല്ലോ. എങ്ങനെ കാണുന്നു പുതിയ ഈ പട്ടിക? ഈ ഏത് പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിൽ ഭാരവാഹികളെ തീരുമാനിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. ഇവിടെ BJP-യിലും അതൊക്കെ ഉണ്ട്, അത് ഇല്ല എന്ന് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം കുറച്ച് പഴയ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ, MT രമേശ് പോലെയുള്ള പഴയ നേതാക്കൾ, ഒപ്പം പുതിയ ചില നേതാക്കൾ, പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചില ആൾക്കാർ, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, അതുപോലെ DGP ആയിട്ട് വിരമിച്ച ശ്രീരേഖ IPS, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. പിന്നെ ഇടക്കാലത്ത് BJP-യോട് ചേർന്ന ആൾക്കാർ, നമ്മുടെ അബ്ദുൾ സലാം, VC ആയിരുന്ന, കാലിക്കറ്റ് VC ആയിരുന്ന അബ്ദുൾ സലാം സാറ്, അതുപോലെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമെങ്കിലും ആവും പാർട്ടിയിലേക്ക് വന്നിട്ട്. പക്ഷേ അബ്ദുൾ സലാമിന് അത്രയും പഴക്കമില്ല, അദ്ദേഹം കുറെ കൂടെ ചെറുപ്പമാണ് പാർട്ടിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിൽ ഒരു ഇടകലർത്തി വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാർക്കും കുറച്ച് അവസരങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ചിലരെ കൂടെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ പൊട്ടലും ചീറ്റലും ഉയരുന്നത് മുരളീധര വിഭാഗത്തിനും സുരേന്ദ്രൻ വിഭാഗത്തിനും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് പൊതുവെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഞാൻ ചാനലുകളിൽ കണ്ട കാര്യമാണ്. ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ പക്ഷത്ത് നിന്നിരുന്ന ആൾക്കാരെ, അവരോടൊപ്പം നിന്നിരുന്ന ആൾക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ അതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ വർഷങ്ങളായിട്ട് മാറിയും തിരിഞ്ഞും വൈസ് പ്രസിഡൻ്റായും സെക്രട്ടറിയായും വക്താവായും ഒക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരുന്ന ആൾക്കാരുണ്ട്. അവർ പലരും ഇക്കുറി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ടിരിക്കുകയും പ്രത്യേകിച്ച് പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്യുന്ന, ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുക, ഒരു വാർഡിലാകട്ടെ, ഒരു വാർഡ് തൊട്ട് അങ്ങോട്ട് കോർപ്പറേഷനിൽ ഒക്കെ മത്സരിച്ച് വിജയിക്കാത്ത ആൾക്കാരെ, അത്തരക്കാരെ ഇക്കുറി ഒഴിവാക്കാൻ ഒരു ബോധപൂർവമായൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല. അത്തരത്തിൽ ഒരു അഴിച്ചുപണി ഈ രാജീവിൻ്റെ പുതിയ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമാണ്, പരാതികൾ എപ്പോഴും ഉണ്ടാവും. സ്ഥാനം കിട്ടിയില്ല, എനിക്ക് അർഹമായ എൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പദവികൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളുണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന അനീഷിനെ അവിടെ വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ തന്നെ BJPയെ കെട്ടിപ്പടുത്താൻ ഈ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുകയും BJPയെ വളർത്തുകയും ചെയ്തൊരു നേതാവാണ് നാഗേഷിനെ പക്ഷേ മേഖലാ പ്രസിഡൻ്റായിട്ടാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. നേരത്തെ നാഗേഷ് സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നാഗേഷിനെ ഒരു സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഇനി അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള പലരെയും ഇപ്പം നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരുന്നയാൾ സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയപ്പോൾ ആ വിടവ് നികത്തിയ ആൾക്കാരിൽ പ്രധാനി യുവരാജ് ഗോകുലാണ്. ആ യുവരാജ് ഗോകുലിനെ ഈ പട്ടികയിൽ എങ്ങും പെടുത്തിയിട്ടില്ല. ഇനി പുതിയ ലിസ്റ്റ് വല്ലതും വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് ലിസ്റ്റിനകത്ത് മോർച്ച ഭാരവാഹികളായിട്ടോ മറ്റോ, യുവമോർച്ചയുടെ ഭാരവാഹിയായിട്ടോ മറ്റോ ഗോകുൽ വരാൻ സാധ്യതയുണ്ട്, ചെറുപ്പക്കാരനായതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈ സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന വക്താവ് അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് എവിടെയെങ്കിലും യുവരാജ് ഗോകുലിനൊരു സ്ഥാനം കിട്ടും എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. കാരണം വളരെ ചെറുപ്പക്കാരനാണ്, ഈ വളരെ ചടുലമായി വളരെ തന്ത്രപരമായി കുറിക്കുകൊള്ളുന്ന മറുപടി പറയുന്ന ആളായിരുന്നു യുവരാജ് ഗോകുൽ. അതുപോലെ യുവമോർച്ച പ്രസിഡന്റായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന, അങ്ങനെ ചർച്ച ഉയർന്നു ഒരു പേരാണ് ശ്യാംരാജ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി. അതൊരു നല്ല നീക്കമാണ്. കാരണം ശ്യാംരാജിനെ പോലെ ഒരാളെ
തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു സംസ്ഥാന ഭാരവാഹി തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അവിടെ ശ്യാംരാജിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഇനിയിപ്പോൾ ശ്യാംരാജ് ചെറുപ്പമാണ്, ഉയർന്നു പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഭാവിയിൽ നല്ല പോസ്റ്റിലേക്ക് അദ്ദേഹം വരും. എനിക്കറിയാം, ഞാനിവിടെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ശ്യാംരാജ് പല സമരങ്ങളും നയിച്ച ആളാണ്. അദ്ദേഹത്തിന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. വളരെ സൈലൻ്റ് ആണ്, വലിയ ബഹളമൊന്നുമില്ല. എന്നാൽ തൻ്റെ നിലപാടിലൊക്കെ ഉറച്ചു നിന്ന് കൃത്യമായി നല്ല പ്രവർത്തകനും നല്ലൊരു നേതാവുമാണ് ശ്യാംരാജ്. അതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ മറ്റൊരു ഉയർന്ന പ്രധാന പരാതി, ഇപ്പോൾ രേണു സുരേഷ് ഉണ്ട്, TP സിന്ധുമോളുണ്ട്, ഇവരൊക്കെയുണ്ട്. പക്ഷേ വലിയ തോതിൽ ഈ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നൊരു പരാതിയുണ്ട്. കുറച്ചുകൂടെ വനിതാ പ്രാതിനിധ്യം കുറച്ചുകൂടെ ആകാമായിരുന്നു എന്നൊരു പരാതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുമായിരിക്കും. കാരണം മഹിളാ മോർച്ചയിൽ നല്ല സ്ഥാനങ്ങളൊക്കെ ആൾക്കാർക്ക് അവിടെ അവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പക്ഷെ എങ്കിലും സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ കുറെ കൂടി വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇനി മഹിളാ മോർച്ചയുണ്ട്, യുവമോർച്ച. അതെ, മഹിളാ മോർച്ചയും യുവമോർച്ചയുടെയൊക്കെ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ട്. അതുപോലെ വിവിധ സെല്ലുകൾ, IT സെല്ല്, മീഡിയ സെല്ല്, അതിൻ്റെയൊക്കെ ആൾക്കാരെ പ്രഖ്യാപിക്കാൻ. ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഈ പട്ടികയെ കുറിച്ചല്ല, ഈ വിഭാഗീയതയെ കുറിച്ച്. മുരളീധര പക്ഷത്തെയും കെ സുരേന്ദ്ര പക്ഷത്തെയും പൂർണ്ണമായി തന്നെ വെട്ടിയൊതുക്കി കൃഷ്ണകുമാറും P സുധീറിനെയും ഒതുക്കി എന്ന രീതിയിൽ. അതിലെന്തെങ്കിലല്ല വാസ്തവം? അല്ല, അത് ഇപ്പോൾ ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നവരെ എല്ലാവരെയും അതേ പോസ്റ്റിൽ തന്നെ ഇരുത്തുകയാണെങ്കിൽ പിന്നെ ഈ പുതിയ ഭാരവാഹി പട്ടികയുടെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ ഭാരവാഹി പട്ടിക അതേപടി തുടരുന്നു എന്നങ്ങ് അനൗൺസ് ചെയ്താൽ പോരെ. അതൊക്കെ മാറിയും തിരിഞ്ഞും വരും. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പരിഗണിച്ചിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ആ കാര്യം അറിയാം. കെ സുരേന്ദ്രൻ താല്പര്യമെടുത്ത് തന്നെ അത് പരിഗണിച്ചിരുന്നു. പക്ഷേ ചർച്ചയിൽ വന്നപ്പോൾ ഒരു പൊതുവായ എന്നാൽ അതിനു മുമ്പും അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഒരു മാറ്റം വരട്ടെ, അവർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകട്ടെ. പകരം അന്ന് എനിക്ക് തോന്നുന്നു P സുധീറിനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. P സുധീർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവാണ്. അദ്ദേഹം ആറ്റിങ്ങൽ മത്സരിക്കുകയും നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സുധീറിനെയും എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അറിയാം. ABVP-യിലൂടെ പ്രവർത്തിച്ചു വന്ന ആളാണ് സുധീർ. VV രാജേഷൊക്കെ ഉള്ള കാലത്ത് സുധീർ ABVP-യിലുണ്ട്. അങ്ങനെ വളർന്ന് യുവമോർച്ചയിലൂടെ പിന്നെ പാർട്ടിയിലെത്തിയ ആളാണ്. സുധീറും ഇതുപോലെ വളരെ സൈലൻ്റായ, വലിയ ബഹളത്തിനോ വിഭാഗീയതയ്ക്കോ ഒന്നും പോകുന്ന ആളല്ല. ഒരു നല്ല നേതാവാണ് സുധീർ. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ സുധീറിനെ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നു, അതൊരു നല്ല നീക്കമായിരുന്നു. ഇപ്പോഴിതാ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വളരെ നല്ലൊരു പോസ്റ്റിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതൊക്കെ മാറിയും തിരിഞ്ഞും വരും. ഇപ്പം എല്ലാ കാലത്തും ഇന്ന ആൾക്കാരെ ഇന്ന പോസ്റ്റിൽ തന്നെ ഇരുത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ ഭാരവാഹി പട്ടിക ഇങ്ങനെ 3 വർഷം കൂടുമ്പോൾ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വിറ്റഴിച്ചാൽ മാത്രമേ അവരുടെ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടുള്ളൂ. അത് കൂടുതൽ ആൾക്കാർ കാണുകയും ഇപ്പോൾ BJP-ക്കാർ തന്നെ BJP-യിൽ അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം എന്ന് സാധാരണ അണികൾക്കിടയിൽ ഒരു ആകാംക്ഷയുണ്ടാവും, ഒരു ആശങ്കയുണ്ടാവും. അപ്പോൾ അത് അവർ വാർത്തകളെ സമീപിക്കും. മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നറിയാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം കഥകൾ പറയുന്നതിൽ താല്പര്യം ഉണ്ടാവും. അത് കയ്യിൽ നിന്നും കുറച്ചൊക്കെ മസാല അവർ ഇടുകയും ചെയ്യും. അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം ഞാൻ അതിന് കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ വിഭാഗീയതയൊന്നും BJP-ക്കുള്ളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ലിസ്റ്റിൽ ചില ആൾക്കാർക്കെങ്കിലും അതൃപ്തിയുണ്ട്. അത് പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിഹരിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു ഭാവിയുള്ള, കേരളത്തിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ BJP-ക്ക് ചെറുപ്പക്കാരുടെ ഈ നേതൃത്വം നൽകാൻ ചെറുപ്പക്കാർ കൂടുതൽ മുന്നിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതിനാണ് BJP കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള ഒരു അജണ്ട, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട തന്നെ ഈ യുവാക്കളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരണം. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രക്ഷോഭത്തിൻ്റെയോ പോരാട്ടത്തിൻ്റെയോ സമര കോലാഹലങ്ങളുടെയോ രാഷ്ട്രീയമല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു വികസിത രാഷ്ട്രീയം, വികസിത കേരളം, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അത് കേരളത്തിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയാനേ പറ്റുള്ളൂ. കാരണം പൊതുവെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്.
അരാഷ്ട്രീയവാദം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ സമര കോലാഹലങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ രാജീവ് മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം, വികസന രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ട്. അത് ജനങ്ങൾ കൂടുതൽ, ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് വരും നാളുകളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ചെറുപ്പക്കാരെ കൂടുതലായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ചെറുപ്പക്കാരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റു കാര്യങ്ങൾ എൻ്റെ പറഞ്ഞതുപോലെ മഹിളാ മോർച്ചയുടെ, യുവമോർച്ചയുടെ ഒക്കെ ആൾക്കാർ വരാനുണ്ട്, സെല്ലുകളുടെ ആൾക്കാർ വരാനുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടി വ്യക്തമാവും. ഇപ്പോൾ സ്ഥാനം കിട്ടാത്ത പലർക്കും അവിടങ്ങളിൽ സ്ഥാനം കിട്ടിയേക്കാം. അവരെയൊക്കെ അർഹമായ പ്രാധാന്യത്തോടു കൂടി അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച്, അർഹതയ്ക്കനുസരിച്ച് ഓരോ പദവികളിൽ നിയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.